പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശിലെ ഈശോയുടെ അവസാനത്തെ സമ്മാനമാണ് മറിയം. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. നിനക്കിങ്ങനെ ഒരു അമ്മ വേണം. പ്രിയപ്പെട്ട ശിഷ്യനോട് പറയാം, ഞാൻ പറഞ്ഞതും പഠിപ്പിച്ചതൊക്കെ നിൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നോട് പറയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ ഞാൻ പരിശുദ്ധാത്മാവിനെ തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ നിന്നോട് പറയാം, അമ്മ വേണം നിനക്ക്. ഈ അമ്മയെ നീ കൊണ്ടുപോകും. ഈ അമ്മ വേണം. ഈശോ വെറുതെ ഒന്നും പറയില്ല. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ടിത് ചെയ്യണം. വിശുദ്ധ കുർബാനയിലേക്ക് വന്നത് അങ്ങനെയല്ലേ? നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെടും. അതുകൊണ്ട് നീ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം നൽകി അപ്പസ്തോലന്മാരെ കർത്താവ് പരമേൽപ്പിച്ചത് കൊണ്ടല്ലേ കുമ്പസാരം. അതേ കർത്താവ് പറയാ, ഇതാ നിൻ്റെ അമ്മ. വിശുദ്ധ കുർബാനയെ, കുമ്പസാരത്തെ നീ കാണുന്നത് പോലെ തന്നെ ഈ ഒരു അമ്മയെ നിൻ്റെ ജീവിതത്തിൽ, ഹൃദയത്തിൽ, വീട്ടിൽ സ്വീകരിക്കണം. ഇങ്ങനൊരു അമ്മ വേണം. ഈ ലോകത്തുള്ള മറ്റുള്ള പലതിൻ്റെയും കുറവ് നികത്താനൊരമ്മ. പ്രിയമുള്ളവരെ, വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈശോ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. അവർ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെയായിരുന്നു അവർ. ഉടനെ ഈശോ പറയുകയാണ്, വിളവധികം വേലക്കാരോ ചുരുക്കം. ഒത്തിരി വിളഞ്ഞു കിടക്കുന്നതാണ്, പക്ഷെ ഇതൊന്ന് കൊയ്തെടുക്കാൻ ആരുമില്ല. ഒന്ന് വളമിട്ട്, ഒന്ന് കാവൽ നിൽക്കാൻ, ഒന്ന് കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ ആരുമില്ല. പരിശുദ്ധി അമ്മ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ വിളവ് നശിക്കാതിരിക്കാൻ നമുക്കും ഈ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞില്ലേ, കുറച്ചും കൂടി ത്യാഗം ചെയ്ത് വിശുദ്ധിയോടെ സഹനത്തോടെ പ്രാർത്ഥിക്കാൻ കുറച്ച് പേരുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആത്മാക്കൾ നശിച്ചു പോകില്ലായിരുന്നു. കുറച്ചും കൂടി പേര് ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ, ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, കുറച്ചും കൂടി ബലമുണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടി സ്നേഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ കുറേ പേര് ബലം പ്രാപിച്ചേനെ. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ കർത്താവ് പറയാ, നിനക്കും ഒരു അമ്മയാകാൻ പറ്റും. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരൊക്കെ എൻ്റെ അമ്മയെപ്പോലെയാണ്. അവരമ്മ ചെയ്യുന്ന അതേ കാര്യമാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരും. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ജർമ്മനിയിലെ മനോഹരമായ ഒരു പള്ളി തകർക്കപ്പെട്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പള്ളി പുനർനിർമ്മിച്ചു. അതിൻ്റെ മുൻപിലൊരു അനുഗ്രഹിക്കുന്ന ഈശോയുടെ സ്റ്റാച്യു ഉണ്ടായിരുന്നു. അനുഗ്രഹിക്കുന്ന ഈ കരം ഈ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നമുക്ക് ഈ പുതിയൊരു സ്റ്റാച്യു വയ്ക്കാമെന്ന് ചിലർ പറഞ്ഞു ഈ കൈ മാത്രം നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവർ കുറച്ച് ചർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം തീരുമാനിച്ചു, വേണ്ട, കൈയില്ലാതെ കർത്താവ് അവിടെ നിൽക്കട്ടെ. താഴെ ഇങ്ങനെ എഴുതി വെച്ചു, യു ആർ മൈ ഹാൻഡ്സ്, നിങ്ങളാണ് എൻ്റെ കരങ്ങൾ. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തും. ഈ അമ്മ നമ്മളെ ബലപ്പെടുത്തുന്നതിനാ, നമ്മൾ അമ്മയെപ്പോലെ മറ്റുള്ളവരെ ബലപ്പെടുത്താനാണ്. കുറച്ചും കൂടി നല്ല അമ്മമാരുണ്ടാകാൻ, നല്ല അപ്പന്മാരുണ്ടാകാൻ, നല്ല യുവാക്കളുണ്ടാകാൻ, നല്ല യുവതികളുണ്ടാകാൻ, കുറച്ചും കൂടി മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ, ചേർത്ത് പിടിക്കാൻ, കുറച്ചും കൂടി ത്യാഗം ചെയ്യാൻ കുറേ പേരുണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന മക്കളുണ്ടാകണം. സഭാ ശരീരത്തിലെ പല അവയവങ്ങളാണല്ലോ നമ്മൾ ഓരോരുത്തരും. സഭയാകുന്ന ശരീരത്തിലെ, ക്രിസ്തുവാകുന്ന ശിരസ്സുള്ള, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ പല അവയവങ്ങളാണല്ലോ നമ്മൾ. ആരോഗ്യമുള്ള അവയവത്തിനെ
മറ്റ് അവയവങ്ങളെ, ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ സഹായിക്കാൻ പറ്റൂ. എനിക്ക് ഓൾറെഡി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഞാൻ തളർന്നു കിടന്നാൽ എനിക്ക് എങ്ങനെയാണ് ശരീരത്തെ സഹായിക്കാൻ പറ്റുക, ഈ സഭയെ സഹായിക്കാൻ പറ്റുക, ഈ സഭയെ പടുത്തുയർത്താൻ പറ്റുക? അതുകൊണ്ട് വിളവധികം വേലക്കാരോ ചുരുക്കമെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ ഇൻഫെക്ഷൻ ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള ശരീരഭാഗങ്ങളിലേക്കാണ് ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും വരുന്നത്. ഈ ലോകത്ത് ചില വ്യക്തികൾ കൂടുതൽ സഹിക്കുന്നു, ചില വ്യക്തികൾ വളരെ അശ്രദ്ധയോടെ ജീവിക്കുന്നു. ഈ അശ്രദ്ധയോടെ ജീവിക്കുന്നവരുടെ ഭാരം കൂടി ശ്രദ്ധയോടെ ജീവിക്കുന്നവർ, ആരോഗ്യമുള്ളവർ ഏറ്റെടുക്കുന്നത് കൊണ്ടല്ലേ നമ്മളുടെ സമൂഹവും ഈ സഭയും നമ്മുടെ കുടുംബമൊക്കെ നന്നായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ശരീരത്തെ ഇൻഫെക്റ്റഡ് ആക്കില്ലെന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കണം. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ, എന്നെ തന്നെ ബലപ്പെടുത്തുമ്പോൾ എനിക്ക് ഈ സഭയെ, സമൂഹത്തെ, കുടുംബത്തെ നവീകരിക്കാൻ പറ്റും. പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിച്ച് നിർത്താൻ പറ്റും. ഈ വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. മരണനേരങ്ങളിൽ പറയുന്നതെല്ലാം ഏറ്റവും വിലയുള്ളതാകയാൽ, ഏറ്റവും അമൂല്യമാകയാൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ ഓരോ വാക്കും ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു. ഈശോ കുരിശിൻ്റെ കീഴിൽ നിന്ന യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചു. അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. ഈശോ ഇന്ന് നമ്മളോടെല്ലാവരോടും പറയുകയാണ്, ഇതാ നിന്റെ അമ്മ, ഇതാണ് നിന്റെ അമ്മ. ഈ അമ്മ നിനക്ക് വേണം. ഈ അമ്മ നിൻ്റെ കൂടെ നടക്കും. ഈ അമ്മ നിന്നെ സ്നേഹിക്കും. ഈ അമ്മ നിന്നെ സഹായിക്കും. ഈ അമ്മ എല്ലാ കാര്യങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞു തരും. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. നിൻ്റെ ക്രിസ്തുവിനെ പിൻചെല്ലിയുള്ള യാത്ര പൂർത്തീകരിക്കാൻ ഇങ്ങനെ ഒരു അമ്മ നിർബന്ധമാണ്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള യാത്രയിൽ ഇങ്ങനെ ഒരു അമ്മ ക്രിസ്തീയ ജീവിതം മനോഹരമായി പൂർത്തിയാക്കാൻ അത്യാവശ്യമാണെന്ന് പറഞ്ഞത് ഈശോയാണ്. ഈ സമയം നമുക്കൊരിക്കൽ കൂടി സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് വീണ്ടും നമ്മളോട് പറയാം, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ. തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ.
സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ. ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ. നിൻ വേദനയിൽ നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തിലെ നീരു നൽകാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ. നിത്യം പരിശുദ്ധ മറിയമാണമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ. പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ. പാപച്ചേറ്റിൽ നീ പിഴയുമ്പോൾ സാന്ത്വനമേകാൻ നിൻ കണ്ണീരൊപ്പാൻ നിന്നെ എന്നും മാറോടു ചേർക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. പരിശുദ്ധി അമ്മേ മാതാവേ, അമ്മ ഞങ്ങളുടെ ഭാഗ്യമാണ്, അമ്മ ഞങ്ങളുടെ ആശ്രയമാണ്. പരിശുദ്ധി അമ്മേ, ഞങ്ങളെല്ലാവരും ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഞങ്ങളുടെ സ്നേഹശ്വാസമാകണം, അമ്മ ഞങ്ങളുടെ ജീവതാളമാകണം. എൻ്റെ സ്നേഹശ്വാസമാകൂ അമ്മ മാതാവേ, എൻ്റെ ജീവതാളമാകൂ അമ്മ മാതാവേ. എൻ്റെ ഹൃദയം വേദനിക്കുമ്പോൾ, ഞാൻ ഒരുപാട് ഭാരപ്പെടുമ്പോൾ, പ്രലോഭനങ്ങൾ എന്നെ വലിച്ചിഴയ്ക്കുമ്പോൾ, എൻ്റെ സ്നേഹശ്വാസമാകണം നീ, എൻ്റെ ജീവൻ്റെ താളമാകണം നീ. എളിമയോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എന്റെ സ്നേഹശ്വാസമാകൂ അമ്മേ മാതാവേ, എന്റെ ജീവതാളമാകൂ അമ്മേ മാതാവേ.
എല്ലാ അമ്മമാരുടെയും കുറവ് നികത്തുന്ന ഒരമ്മ ഇതാ നമ്മുടെ അരികിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. അമ്മയുടെ ഒരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരമ്മ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പം ഉണ്ടാകുന്നത് വലിയ ഭാഗ്യമാണ് എന്ന ചിന്തയോടെ ഒരിക്കൽ കൂടി പാടാം. എൻ്റെ സ്നേഹശ്വാസമാകൂ അമ്മേ മാതാവേ, എൻ്റെ ജീവതാളമാകൂ അമ്മേ മാതാവേ. എൻ്റെ സ്നേഹശ്വാസമാകൂ അമ്മേ മാതാവേ, എൻ്റെ ജീവതാളമാകൂ അമ്മേ മാതാവേ. എൻ്റെ സ്നേഹശ്വാസമാകൂ അമ്മേ മാതാവേ, എൻ്റെ ജീവതാളമാകൂ അമ്മേ മാതാവേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.